KPCCയുടെ പുതിയ നേതൃത്വം നാളെ ചുമതലയേൽക്കുകയാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ട്. മാസത്തിൽ 10 ദിവസം നിർബന്ധമായും പുതിയ KPCC അധ്യക്ഷൻ ഓഫീസിൽ ഉണ്ടാകണം എന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവനിൽ ഇനി മാസത്തിൽ 10 ദിവസം അധ്യക്ഷൻ കാണും. അതുപോലെ ഒരു 10 ദിവസം മറ്റു ജില്ലകളിൽ പരിപാടികൾക്കായി അധ്യക്ഷൻ മാറ്റിവെക്കും. MLA ആണ് എന്നതിനാൽ ബാക്കി വരുന്ന 10 ദിവസം കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിലും അദ്ദേഹം ഉണ്ടാകും. അങ്ങനെ ആദ്യം തന്നെ ദിവസത്തിൻ്റെ നിബന്ധനകൾ വെച്ചതും അതുപ്രകാരം പരിപാടി ചാർട്ട് ചെയ്യുന്നതും വ്യക്തമായൊരു കാരണമുണ്ട്. കെ സുധാകരനുണ്ടായിരുന്ന ഒരു പേര് ദോഷം തന്നെ KPCC ഓഫീസിൽ വരാത്ത KPCC അധ്യക്ഷൻ എന്നുള്ളതായിരുന്നു. എല്ലാ ജില്ലകളിലും കൂടി ഓടി നടക്കുകയും ജനപ്രതിനിധി എന്ന നിലയിൽ മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവിടുകയുമൊക്കെ ചെയ്യുകയും അതുപോലെ കിട്ടുന്ന സമയങ്ങളിൽ കിട്ടുന്ന ഇടങ്ങളിൽ വെച്ച് നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ കാര്യങ്ങൾ ഒതുക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് പ്രസിഡന്റ് മാറിയാൽ ഒരു തന്ത്രങ്ങളും ആവിഷ്കരിക്കാൻ പാർട്ടിക്ക് കഴിയില്ല. ഉപജാപക സംഘങ്ങളുടെ കയ്യിൽപ്പെട്ട് പ്രസിഡന്റുമാർ സ്വയം നശിക്കുകയും ചെയ്യും എന്നുള്ളൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. മാത്രമല്ല, ആയിരക്കണക്കിന് പ്രവർത്തകരും 10,000-കണക്കിന് പരാതികളും പ്രസിഡന്റിനെ തേടിയെത്തുന്നത് KPCC ഓഫീസിലാണ്. അവർ നിരാശപ്പെടുമ്പോൾ പാർട്ടി പ്രവർത്തനം ചലിക്കില്ല. അതിനാൽ പരിഹാരം കാണുന്നതിനാണ് 10 ദിവസം ഓഫീസിലിരിക്കണമെന്ന് നിർബന്ധമാക്കിയത്. എന്നാൽ 30 ദിവസവും ഓഫീസിൽ തന്നെ കുത്തിയിരുന്ന പ്രസിഡന്റുമാരും കോൺഗ്രസിൻ്റെ ചരിത്രത്തിലുണ്ട്. അതും ഒരാപത്താണ്. അതെല്ലാം പരിഹരിക്കാനാണ് 10:10:10 എന്ന നിബന്ധനയിലേക്ക് പാർട്ടി നേതൃത്വം KPCC അധ്യക്ഷൻ്റെ പരിപാടികൾ ചാർട്ട് ചെയ്തത്. നാളെ ചുമതലയേൽക്കുന്നതോടെ KPCC മുതൽ താഴോട്ടുള്ള ഭാരവാഹികളുടെ പുനഃസംഘടനയാണ് സണ്ണി ജോസഫിന് മുന്നിലെ ആദ്യത്തെ ദൗത്യം. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ബാക്കിയുണ്ട്. കെ സുധാകരൻ്റെ കാലത്ത് തുടങ്ങിവെച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ അത് ഏകദേശം 13,000-ഓളം പിന്നിട്ട് കഴിഞ്ഞു. ഓരോ ബൂത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഈ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടന്നു വരുന്നത്. അത് വളരെ വിജയമായിരുന്നു ഇതുവരെ. അതിൽ തന്നെ ഇനി 5,000-ഓളം ബൂത്തുകളിൽ കുടുംബ സംഗമം ഈ മാസം നടത്താൻ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് മണ്ഡലം വികസന ശില്പശാലകൾ ജൂണിൽ സംഘടിപ്പിക്കാനിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തനായ KPCC അധ്യക്ഷനാകാനാണ് സണ്ണി ജോസഫ് സാധ്യതയുള്ളത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്നവർ എല്ലാവരും തന്നെ ഒന്നുകിൽ ഒരു ഗ്രൂപ്പിൻ്റെ വക്താവ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുതിർന്ന നേതാക്കളുടെ ഏറ്റവും അടുത്ത വിശ്വസ്തർ. അങ്ങനെയുള്ള ഒരാൾക്ക് പ്രവർത്തകരുടെ താല്പര്യങ്ങളെക്കാളും മറ്റു ചില താല്പര്യങ്ങൾക്കായിരിക്കും കൂടുതലും മുൻതൂക്കം കൊടുക്കേണ്ടി വരിക. എന്നാൽ സണ്ണി ജോസഫ് ഒരു ഗ്രൂപ്പിൻ്റെയും വക്താവല്ല, കെട്ടിയിറക്കിയ കേന്ദ്ര വിശ്വസ്തനും അല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അച്ചടക്കത്തിൻ്റെ വാളോങ്ങലല്ല തൻ്റെ പണിയെന്നും ഐക്യത്തിൻ്റെ വക്താവാകുക എന്നുള്ളതാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും അവസാനം കെ സുധാകരൻ അടക്കമുള്ളവർ ചെയ്ത ഏറ്റവും നന്ദികെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് അനാവശ്യമായി മുൻപും പിൻപും ആലോചിക്കാതെ പല നേതാക്കളെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നുള്ളതാണ്. ആരെയൊക്കെ പുറത്താക്കി ആരെയൊക്കെ അകത്താക്കിയെന്നും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നും പഠിക്കാനൊന്നും ഇവർക്കൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു പ്രതികാര നടപടികൾ സുധാകരൻ്റെ കാലത്ത് പാർട്ടിയെ ഏറെ തളർത്തിക്കളഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് പതിറ്റാണ്ടുകളോളം പണിയെടുത്തവരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കുകയും തലേ ദിവസം വരെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പുലഭ്യം പറഞ്ഞിരുന്ന സന്ദീപ് വാര്യരെ പോലെയുള്ളവരെ ഒറ്റ നിമിഷം കൊണ്ട് മടിയിൽ കയറ്റിയിരുത്തുകയും ചെയ്ത നേതാവായിരുന്നു കെ സുധാകരൻ എന്നുള്ളൊരു പേരുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് തിരിച്ചടിയായി. എന്നാൽ കാര്യങ്ങൾ അറിഞ്ഞു മാത്രമേ തീരുമാനങ്ങൾ എടുക്കുമെന്ന് ആദ്യം തന്നെ അറിയിച്ചിരിക്കുകയാണ് സണ്ണി ജോസഫ്. KPCCയിൽ പ്രസിഡന്റ് എന്നുള്ളത് ഒരു ഏകാധിപത്യ പദവി എന്ന് കാണുന്നതിൽ നിന്നും മാറി കൂട്ടായൊരു തീരുമാനത്തിൻ്റെ അധ്യക്ഷനാകാൻ സണ്ണി ജോസഫ് തയ്യാറായതോടെ വൻ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ കിട്ടിത്തുടങ്ങിയത്.